നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ട് തലമുറകൾ മാറി വരുമ്പോൾ സംഗീതവും മാറുന്നു. വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊരു പ്രതിഭ വേണ്ടത് പറയാൻ. സ്വാഭാവികമായിട്ടും മാറുകയും വേണം. കാരണം തലമുറകൾ മാറുമ്പോൾ മനുഷ്യർ മാറുകയാണ്, മനുഷ്യരെ പറ്റിയുള്ള കഥകൾ മാറുകയാണ്, ആ കഥകളിലെ ആവിഷ്കാരം മാറുകയാണ്. നമ്മൾ നീലക്കുയിലിലെ പാട്ടുകളാണ് നമ്മുടെ ഒരു വഴിത്തിരിവായി തീർന്നത്. നീലക്കുയിലിലെ പാട്ടുകൾ അന്ന് പോസ്റ്റ് മോഡേൺ പാട്ടായിരുന്നു, അത് ഏറ്റവും ആധുനികമായ പാട്ടായിരുന്നു. അതിനു മുമ്പുള്ള തമിഴിനെയും ഹിന്ദിയും ഒക്കെ അനുകരിച്ചുകൊണ്ട് മലയാളത്തിലുണ്ടായിരുന്ന പാട്ടുകളുടെ സ്ഥാനത്ത് നീലക്കുയിലിൻ്റെ ഫ്രഷ് മലയാളം, വളരെ നർമ്മയുള്ള മലയാളം, നാടൻ മലയാളം രാഘവൻ മാഷിൻ്റെ മ്യൂസിക്കും ഭാസ്കരൻ മാഷിൻ്റെ രചനയുമായി വന്നപ്പോൾ അതൊരു മലയാളത്തിലൊരു വലിയൊരു ഉദയം, ഒരു പുതിയൊരു സംഭവമായിരുന്നു നീലക്കുയിലിലെ പാട്ടുകൾ. അതുകൊണ്ട് നീലക്കുയിലിലെ പാട്ടുകൾ പോലെ നമ്മൾ അന്ന് ആധുനികമായിരുന്നു, ഇപ്പോഴും ഞങ്ങളത് മാറ്റുകയില്ല എന്ന് പറയാൻ ആർക്ക് സാധ്യമല്ല. മാറിക്കൊണ്ടേയിരിക്കണം. കാരണം ഇപ്പോൾ സിനിമയിൽ പ്രേമിക്കുന്നത് അന്നത്തെ ശ്രീധരൻ നായരും മിസ് കുമാരി അഭിനയിച്ച കഥാപാത്രവും അല്ലല്ലോ. ഇപ്പോൾ നമ്മളാണല്ലോ. ഇപ്പം ജീവിക്കുന്ന ആളുകൾ ജീവിക്കുന്നതും ദുഃഖിക്കുന്നതും പ്രണയിക്കുന്നതും ഒന്നും അന്നത്തെ ശൈലിയിലല്ല. അടിസ്ഥാനപരമായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ ആവിഷ്കാരത്തിലൊക്കെ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായും സിനിമയിലെ സംഭാഷണം മാറുന്നത് പോലെ, സിനിമയിലെ സീനിൻ്റെ ഘടന മാറുന്നത് പോലെ, സീനിൻ്റെ ദൈർഘ്യം മാറുന്നത് പോലെ ഒക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ അനുഭവിച്ചതിൻ്റെ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പഴയ പാട്ടുകളുടെ ചിത്രീകരണം നമ്മുടെ ടി വിയിലോ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ, എന്നിട്ട് പുതിയൊരു പാട്ടിൻ്റെ ചിത്രീകരണം കൂടെ കാണുമ്പോൾ ഈ ചിത്രീകരണത്തിൽ തന്നെ വന്ന മാറ്റങ്ങൾ നമുക്കറിയാം. പണ്ട് ഒരു പല്ലവി പാടിക്കഴിയുമ്പോഴത്തേക്ക് കഥാനായകനെയും നായികയും ഏറി വന്ന അവർ 6 അല്ലെങ്കിൽ 8 ഷോട്ട്സിൽ കൂടെ സംഗതി നിർത്തും. കാരണം നീണ്ട ഇവരുടെ മുഖം ഒരുപാട് നേരം കാണേണ്ടി വരും. പിന്നെ മുഖം കൊള്ളാവുന്നുള്ള മുഖമാണെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതുകൊണ്ട് പ്രേം നസീറിൻ്റെ ഷീലയുടെയൊക്കെ മുഖം ഒരുപാട് നേരം കാണും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 1 2 3 4 5 സെക്കൻഡ് കഴിയുമ്പോൾ ഷോട്ട് മാറി അതിൻ്റെ പശ്ചാത്തലം മാറി. ഒരു മുറിക്കകത്ത് വെച്ചൊന്നൊരു പാട്ടെടുക്കുന്ന ഒരു സംവിധായകന് ഇപ്പോൾ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. കുറഞ്ഞ പക്ഷം ഓസ്ട്രേലിയയിലെങ്കിലും പോകണം. അതാണ് സ്ഥിതി. അപ്പോൾ നമ്മളുടെ ഒരു ആസ്വാദനക്ഷമത, നമ്മുടെ ശൈലി, നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മലയാള ചലച്ചിത്ര സംഗീതത്തിൽ മാറ്റമുണ്ടായി എന്നുള്ളത് ഇതിനകത്ത് അത്ഭുതാവഹമായി ഒന്നുമില്ല. മാറിയില്ലെങ്കിലാണ് അത്ഭുതം. മാറി. ചോദ്യം എന്താണ്? ഈ മാറ്റങ്ങൾ അനുക്രമമായിട്ടുള്ള ഈ മാറ്റം നല്ലതോ ചീത്തയോ? അതാണ് ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള ചോദ്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നീലക്കുയിലിൻ്റെ കാലത്ത് നിന്ന് പിന്നീട് ഭാർഗവി നിലയത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ ഭാര്യയിലൊക്കെ എത്തിയപ്പോൾ നമ്മുടെ മലയാള ചലച്ചിത്ര സംഗീതം അടുത്ത ഒരു പടിയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ദേവരാജൻ മാസ്റ്ററുടെ വരവോടുകൂടി, വയലാറിൻ്റെ ഒരു വരവോടുകൂടി മലയാള ചലച്ചിത്ര സംഗീതം അതിൻ്റെ ഒരു വളരെ ഉച്ചസ്ഥായിയായ ഒരവസ്ഥയിലെത്തി. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അവരെല്ലാം കൊണ്ടുവച്ച ഒരു മ്യൂസിക്കൽ റിച്ച്നെസ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിപ്പോഴും പോയതായി എനിക്ക് തോന്നുന്നില്ല. അതുതന്നെയാണ് സെനിത്തിൽ നിൽക്കുന്നത് ഇപ്പോഴും. ഇനി അതിനെ അതിജീവിക്കാനുള്ള ഒരു ജീനിയസ് വരണം. ഇപ്പോൾ ഏതായാലും ഈ 70കളിൽ 60കളിൽ ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ് തുടങ്ങിയവരെല്ലാവരും കൂടെ ചേർന്ന്, വയലാർ, ഭാസ്കരൻ, പിന്നെ നമ്മുടെ ONV സാറ്, തമ്പി, യൂസഫ് അലി കേച്ചേരി തുടങ്ങിയ വളരെ നല്ല ഗാനരചയിതാക്കളും നല്ല മ്യൂസിക് ഡയറക്ടേഴ്സും കൂടെ ചേർന്ന് നമുക്ക് തന്ന ഒരു ബെഞ്ച് മാർക്കിന് അപ്പുറത്തേക്ക് മലയാള ചലച്ചിത്ര സംഗീതം പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന് നല്ല നല്ല പാട്ടുകളൊക്കെ പിന്നെ വന്നു, ഇല്ലെന്നല്ല. അതിനുശേഷം തലമുറ മാറ്റം ഉണ്ടായി. ഒരു 90കൾ വയലാർ രാമവർമ്മയുടെ തിരോധാനം, ദേവരാജൻ മാസ്റ്റർ നിഷ്ക്രമണം, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 80കൾ 90കളിലൊക്കെയാണ് നമ്മളൊക്കെ എഴുതി തുടങ്ങുന്നത്. ഷിബു കുറച്ചുകൂടെ വൈകിയാണ് എഴുതി തുടങ്ങി. ഞാനൊക്കെ 85ലൊക്കെ എഴുതി തുടങ്ങി. അന്ന് എന്നെ കൂടെ എത്ര പേരുണ്ട്? മങ്കമ്പ് ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഭരണിക്കാവ് ശിവകുമാറുണ്ട്, ബിച്ചു തിരുമലയുണ്ട്, ഒരുപാട് വലിയ വലിയ നല്ല നല്ല എഴുത്തുകാരുണ്ടായിരുന്നു. അന്ന് ശ്യാമിൻ്റെ മ്യൂസിക്കും AT ഉമ്മറിൻ്റെ മ്യൂസിക്കും ഒക്കെയാണ് അന്ന് മികച്ച് നിന്നിരുന്നത്. ദേവരാജൻ മാസ്റ്ററുടെ ഹേ ഡേ കഴിഞ്ഞു. അങ്ങനെ ഒരു മ്യൂസിക് നമുക്ക് 2000 വരെയൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് സലിൽ ചൗധരി വന്നു, ഇതിനിടയ്ക്ക് ബോംബെ രവി വന്നു. നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാക്കി തന്നു. ONVയും ബോംബെ രവിയും കൂടെയുള്ള മ്യൂസിക്കിൽ കുറച്ച് നിലവാരം താഴ്ന്നു പൊയ്ക്കൊണ്ടിരുന്ന മ്യൂസിക്കിനെ കുറച്ചുകൂടെ ജനപക്ഷത്ത് നിർത്താനും ജനങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റുന്ന സംഗീതം നമുക്കുണ്ടായി. ഞാനുമൊക്കെ ആ ഘട്ടത്തിൽ 80കൾക്ക് ശേഷമാണ് ഞാനൊക്കെ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴുമായിട്ടുള്ളൊരു വ്യത്യാസം, 2000ത്തിന് ശേഷമുള്ള ഘട്ടത്തെയും നമ്മൾ ഒറ്റ ഫേസായിട്ട് കാണാൻ പറ്റില്ല. അവിടെയുമുണ്ട് ഉപഘട്ടങ്ങൾ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, സമയമില്ലാത്തത്. എന്നാലും ഒരു 2000ത്തിന് ശേഷം അല്ലെ 2005 ശേഷം മലയാള സിനിമാ ഗാനങ്ങളിൽ എന്തോ ഒന്ന് സംഭവിച്ചു, പലതും സംഭവിച്ചു. എനിക്ക് തോന്നുന്ന 2-3 സംഗതികൾ. ഒന്ന്, ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് കൈവന്ന പ്രാധാന്യം, അതിൻ്റെ ഒരു വെർസറ്റാലിറ്റി, അത് നമുക്ക് പലതും സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു അനായാസത കാരണം
സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യം വന്നു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യം വന്നു. പിന്നെ ഗാനരചയിതാക്കൾ വയലാറിനെ പോലെയും ഭാസ്കരൻ മാസ്റ്റർ പോലെയും ഒക്കെ അത്രയും പ്രതിഭ ഇല്ലാത്തവരായി വന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം അവരെഴുതുന്ന വരികളൊക്കെ പല മീറ്ററുകളിൽ വരാതിരിക്കുകയും ആവർത്തനമൊക്കെ വരികയും ചെയ്ത സമയത്തായിരിക്കണം ഞങ്ങൾ ട്യൂൺ തരാം, ട്യൂൺ അനുസരിച്ചിട്ട് എഴുതി തന്നാൽ മതി, അപ്പോൾ പാട്ടുകൾക്ക് വൈവിധ്യമുണ്ടാവും. ഉദ്ദേശിച്ചുദ്ദേശം ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ വൈവിധ്യപൂർണ്ണമായ പാട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങി. എല്ലാ പാട്ടുകളും മ്യൂസിക്കും ലിറിക്സും കൂടെ മാച്ചായി വന്നോളണമെന്നില്ല. എന്തിന് സലൽ ചൗധരിയുടെ പാട്ടുകളിൽ പോലും മേലെ പൂമല താഴെ തേന്മല നീവാ 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 എന്നൊക്കെ നമ്മളിപ്പോഴും കേൾക്കുന്നില്ലേ? അങ്ങനെ ഒരു വാക്കുണ്ടോ മലയാളത്തിൽ? നീവാ നീവാ എന്ന് നീട്ടിപ്പാടാൻ വയ്യാത്തതുകൊണ്ടാണ്. അതുപോലെ നൗഷാദിൻ്റെ പാട്ടിലുണ്ടല്ലോ, രതിസുഖസാരമായി നിൻ കലാകാരൻ, അങ്ങനെയുണ്ടോ? കലാകാരൻ എന്നാണെങ്കിൽ മലയാളമുള്ളൂ, പക്ഷേ നൗഷാദ് ആയതുകൊണ്ട് ഞങ്ങൾ സാരമല്ല സഹിച്ചു, കലാകാരനെങ്കിൽ കലാകാരൻ എന്ന്. അങ്ങനെയുള്ള മിസ്മാച്ച് ഒരുപാടുണ്ട്. 2000 വരെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരക്കേടില്ലാത്ത പാട്ടുകൾ ഇപ്പോഴും നമുക്ക് നമ്മുടെ ഏകാന്തതകളിൽ പാടാനുള്ള പാട്ടുകൾ A.T. ഉമ്മറും പിന്നെ ശ്യാമും ആ കൂട്ടരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഔസേപ്പ് പിന്നീട് വന്നു, രവീന്ദ്ര മാസ്റ്റർ വന്നു, ജോൺസൺ വന്നു. ഒരു കൊള്ളാവുന്നുള്ള ഒരു സെക്കൻഡ് ജനറേഷൻ നമുക്കുണ്ടായി. 2000-ന് ശേഷം ഇവരുടെ കാലഘട്ടത്തോടു കൂടി എന്ത് സംഭവിച്ചു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന്, മ്യൂസിക്കിൻ്റെ അതിപ്രസരം. 2, ട്യൂണിട്ടേ പാട്ട് എഴുതാൻ പാടുള്ളൂ, അല്ലാതെ ഈ ഇവരൊന്നും എഴുതരണോ നമ്മൾ ട്യൂൺ ചെയ്യേണ്ട കാര്യമില്ല എന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒരു അപ്രമാദിത്വം. നമ്മളിപ്പോൾ 3-ാം കിട 4-ാം കിട ആളുകളാണ് ഇപ്പോൾ. ഈ പാട്ടെഴുത്തുകാർക്ക് അവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ പറയും തന്നാ പിന്നെ തന്നനം പിന്നനം തെന്നനം പിന്നനം, ഓ എഴുതി കൊടുക്കുക. അത് എഴുതി കൊടുക്കുന്നവരാണ്, അങ്ങനെയുള്ളവരാണ് ഞങ്ങളിപ്പോൾ. അങ്ങനെ ഒരു അധപ്പതനം നമുക്ക് വന്നിട്ടുണ്ട്. വയലാറൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോക്കും, അല്ലെ വേണ്ടെന്ന് പറയുന്നൊരു കാലമുണ്ട്. അതൊക്കെ പോട്ടെ, ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ എഴുതി അങ്ങ് ജീവിക്കുകയാണ്. പിന്നെ ജീവിക്കാൻ വേറെ മാർഗ്ഗം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എന്ത് പറ്റി? അപ്പോൾ ഈ ട്യൂണിന് വേണ്ടി എഴുതാൻ തുടങ്ങിയപ്പോൾ ലിറിക്സ് അതിൻ്റെ ഒരു വശത്തോട്ട് പോയി. ലിറിക്കൽ വാല്യൂ ഇല്ലാത്ത പാട്ടുകൾ കൂടുതലുണ്ടായി. അത് അവരുടെയും കുറ്റമല്ല, കാരണം ഈ ചട്ടക്കൂടിനകത്ത് അങ്ങനെ എഴുതാൻ സാധിക്കൂ. മറ്റൊന്നും കൂടെ സംഭവിച്ചു. അത് ഞാൻ പഴയ മലയാള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയതുകൊണ്ട് പറയുകയാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സും തിരക്കഥാകൃത്തുക്കളും സംവിധായകരും. ഇവർക്ക് കൂട്ടക്ഷരം വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും എഴുതി കൊടുത്താൽ അവർ പറയും ഇതിനകത്ത് സാഹിത്യം വേണ്ട. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണല്ലോ, സാറിൻ്റെ പാട്ടുകളൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ സാഹിത്യം ദയവ് ചെയ്ത് ഒഴിവാക്കണം, വർജ്യ വസ്തുവാണ് ഈ സാഹിത്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പിന്നെ എന്തെഴുതും? അത് നമ്മൾ സംസാരിക്കുന്ന പോലെ എഴുതിയാൽ മതി. അങ്ങനെ 2-3 എഴുതി നടന്നില്ല, നീ വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിറിക്കൽ വാല്യൂ, പാട്ടിൻ്റെ ലിറിക്കൽ വാല്യൂവിനുണ്ടായ അപജയവും മ്യൂസിക്കിനകത്തുണ്ടായ യാന്ത്രികതയും സംഗീതത്തിന് സിനിമയിലുള്ള സ്ഥാനത്തിൽ വന്ന ഭ്രംശവും എല്ലാം കൂടെ ചേർത്ത് ഇന്ന് 70-കളിലും 60-കളിലുമൊക്കെ ഉണ്ടായതുപോലെ മെമ്മറബിളായിട്ടുള്ള, ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന, നമ്മുടെ വികാരങ്ങളോട് ചേർത്ത് വെച്ച് നമുക്ക് പാടാൻ സാധിക്കുന്ന പാട്ടുകൾ അപൂർവമായിട്ടേ ഉണ്ടാകുന്നുള്ളൂ. അഥവാ അതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവാണ്. ഫ്രീക്വൻസി മാത്രമല്ല കുറവ്, അതിൻ്റെ ആയുസ്സും കുറവാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലതും ചാപിള്ളകളാണ്. പിന്നെ FM റേഡിയോ ഒക്കെ ഒരാഴ്ചയായിട്ട് അടിച്ച് ജീവൻ കൊടുക്കും. സൂപ്പർ ഹിറ്റ്, മറ്റത് മറിച്ചത്, ഒരാഴ്ച ഹിറ്റേ ഉള്ളൂ. അതിനുശേഷം പിന്നെ നമ്മളാരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അതെന്തെന്ന് വെച്ചാൽ ലിറിക്കൽ വാല്യൂ ഇല്ലാതെ ഒരു സംഗീതവും നിൽക്കില്ല. ഒരു പാട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ലിറിക് റൈറ്റേഴ്സിന് പ്രാധാന്യം വരികയും ലിറിക്സിനെ പിന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംഗീത സംസ്കാരം മലയാള സിനിമയിൽ വന്നെങ്കിൽ മാത്രമേ മലയാളികൾക്ക്, പുതിയ തലമുറയ്ക്ക് പാടാൻ പുതിയ കാലത്തെ നല്ല പാട്ടുകൾ ഉണ്ടാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഒന്നും തന്നെ, മിക്കവാറും ഒന്നും തന്നെ, പിന്നെ റഫീഖ് വന്നിട്ടാണ് ഒരു ചെറിയൊരു ആശ്വാസം വന്നത് കേട്ടോ. റഫീഖിൻ്റെ ലിറിക്കൽ വാല്യൂ ഉള്ള പാട്ടുകൾ, ഒരു ചെറിയൊരു മരുപ്പച്ച മരുഭൂമിയിലൊരു മരുപ്പച്ച അവിടെ കാണാം നമുക്ക്. ബാക്കിയുള്ളവരൊന്നും മോശമാണെന്നല്ല, പക്ഷേ അവരുടെ കുഴപ്പമല്ല. കാരണം അവർക്ക് കിട്ടുന്ന സെറ്റപ്പ് അങ്ങനെയാണ്, അവിടെ ഇങ്ങനെ എഴുതാൻ സാധിക്കൂ. ഇത് മാറി ലിറിക്കൽ വാല്യൂ ഉള്ള പാട്ടുകൾ ഉണ്ടാവട്ടെ. സംഗീതം എന്ന് പറയുന്നത് ഫാഷനുകൾക്ക് വിധേയമാകുന്നതിനപ്പുറത്തേക്ക് സ്ഥായിയായി നിൽക്കുന്ന സംഗീതമുണ്ട് എന്നും, മലയാളിക്ക് പാടാൻ പാട്ട് വേണം. നമുക്ക് വേറെ ഗസൽസോ ദുമ്രിയോ ഒന്നുമില്ല, ഈ പാട്ടുകളേ ഉള്ളൂ നമുക്ക് പാടാൻ. പുതിയ കുട്ടികൾ പോലും ഫ്ലവേഴ്സ് TV-ലൊക്കെ പോയി പഴയ പാട്ടുകൾ പാടുമ്പോൾ എവിടെ 2000-ലെ പാട്ടുകൾ നമുക്ക് തോന്നുന്നില്ലേ? ഈ തലമുറയ്ക്ക് പാടാൻ പാട്ടുകളില്ല. അത് കൊടുക്കാനുള്ള ഒരു സംഗീത വിപ്ലവം നമ്മുടെ സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്.